ആതുര ശുശ്രൂഷ രംഗത്ത് പുതിയ ചരിത്രമെഴുതിയ മിസ്റ്റർ കമലസ് ഡി ലെല്ലിസ് 1550 മെയ് 25-ന് ഇറ്റലിയിലെ ബുക്കാനിക്കോയിൽ ജനിച്ചത് തന്നെ ഒരു അത്ഭുത സംഭവമായിരുന്നു. തൻ്റെ അമ്മ കമിലയ്ക്ക് 60 വയസ്സ് പ്രായമായപ്പോഴാണ് കമിലസ് ജനിക്കുന്നത്. അതും ഈശോയും മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയും ജനിച്ചതുപോലെ ഒരു കാലിത്തൊഴുത്തിൽ. നല്ല യൗവനത്തിൽ തന്നെ പട്ടാളത്തിൽ ചേർന്ന കമിലസ് ധൂർത്തും ചൂതാട്ടവും വഴിവിട്ട ജീവിതവും ആസ്വദിച്ച് ജീവിക്കുമ്പോഴാണ് കാലിൽ ഉണങ്ങാത്ത മുറിവുമായി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ആ ആശുപത്രി അനുഭവം മിസ്റ്റർ കമലസിൻ്റെ ജീവിത ദർശനം തന്നെ മാറ്റിയെഴുതിയതായിരുന്നു. ആരും ശുശ്രൂഷിക്കാനില്ലാത്ത മാറാരോഗികളുടെ ഇടമായിരുന്ന സെന്റ് ജെയിംസ് ആശുപത്രിയിൽ വെച്ച് കമലസ് തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന അനുകമ്പ തിരിച്ചറിയുകയായിരുന്നു. കപ്പൂച്ചിൻ സന്യാസ സഭയിൽ 2 വട്ടം നോവിഷ്യേറ്റിൽ പ്രവേശിച്ചെങ്കിലും കാലിലെ ഉണങ്ങാത്ത മുറിവ് കാരണം അദ്ദേഹത്തെ അധികാരികൾ തിരിച്ചയക്കുകയായിരുന്നു. എന്നാൽ ഈ മുറിവ് തന്നെയാണ് കമലസിന് തൻ്റെ ദൈവവിളി തിരിച്ചറിയാനും വിശുദ്ധിയിൽ വളരാനും രോഗി ശുശ്രൂഷ രംഗത്ത് ദൈവസ്നേഹത്തിൻ്റെ കാലം കണ്ടിട്ടില്ലാത്ത പുതുപുത്തൻ ചക്രവാളങ്ങൾ തുറക്കാനും സഹായിച്ചത്. തൻ്റെ തന്നെ രോഗങ്ങളിലൂടെ, പ്രത്യേകിച്ച് മരണം വരെ ഏകദേശം 40ഓളം വർഷങ്ങൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉണങ്ങാത്ത മുറിവിലൂടെ രോഗികളുടെ യാതനകളെ നേരിട്ടറിഞ്ഞ കമലസ് രോഗികളിൽ ക്രൂശിതനായ ഈശോയെ കണ്ട് കുരിശിൽ പിടയുന്നവനെ ശുശ്രൂഷിക്കുന്നത് പോലെ രോഗിയെ ശുശ്രൂഷിക്കുകയും അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. മിസ്റ്റർ കമലസിൻ്റെ ഈ നൂതന ശൈലിയെ പിൻചെന്ന അനേകം ചെറുപ്പക്കാർ രോഗീ ശുശ്രൂഷയിലൂടെ ജീവിതത്തെ ക്രിസ്തുവിനും വേദനിക്കുന്നവർക്കുമായി സമർപ്പിച്ചു. അങ്ങനെ വിശുദ്ധ കമലസിൻ്റെ പുത്തൻ സന്യാസ സഭ പിറന്നപ്പോൾ ചുവന്ന കുരിശ് രോഗീ ശുശ്രൂഷയുടെ ഈ നവചൈതന്യത്തിൻ്റെ പ്രതീകമായി കമലസും കൂട്ടരും സ്വീകരിച്ചു. കാലാന്തരത്തിൽ മനുഷ്യരാശിയെ തന്നെ സ്വാധീനിച്ച ഈ പുത്തൻ രോഗി പരിചരണ ശൈലിയെ പിന്തുടർന്ന് ആശുപത്രികളും ആംബുലൻസും ചുവന്ന കുരിശ് ശുശ്രൂഷാ സ്നേഹത്തിൻ്റെ അടയാളമായി സ്വീകരിക്കുകയും റെഡ് ക്രോസ് എന്ന സൊസൈറ്റി രൂപപ്പെടുകയും ചെയ്തു. ഒരമ്മ തൻ്റെ രോഗിയായ ഏകമകനെ ശുശ്രൂഷിക്കുന്നത് പോലെ ഓരോ രോഗിയെയും ശുശ്രൂഷിച്ച വിശുദ്ധ കമലസിൻ്റെയും കൂട്ടരുടെയും സ്നേഹതീഷ്ണതയെ സഭ പിന്നീട് സ്നേഹത്തിൻ്റെ പുതിയ പാഠശാല, എ ന്യൂ സ്കൂൾ ഓഫ് ചാരിറ്റി എന്ന് വിശേഷിപ്പിച്ചു. ആശുപത്രികൾ ദൈവസ്നേഹത്തിൻ്റെ വിളവെടുപ്പിനുള്ള മുന്തിരിത്തോപ്പുകളും രോഗികൾ കുരിശിൽ പിടയുന്ന ക്രിസ്തു തന്നെയും രോഗികളുടെ കിടക്കകൾ ക്രിസ്തുവിൻ്റെ ബലിപീഠവും ആണെന്ന് വിശുദ്ധ കമലസ് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. രോഗികളെ ശാരീരികമായി ശുശ്രൂഷിക്കുന്നതോടൊപ്പം അവരുടെ ആത്മാക്കളുടെ വിശുദ്ധിക്കു വേണ്ടിയും വിശുദ്ധ കമലസ് യത്നിച്ചിരുന്നു. അവരെ കുമ്പസാരത്തിനും മരണാസന്നരെ നല്ല മരണത്തിനും ഒരുക്കുവാൻ വിശുദ്ധൻ ശ്രദ്ധിച്ചിരുന്നു. ചരിത്രം കണ്ടിട്ടില്ലാത്ത അനിതര സാധാരണമായ രോഗീസ്നേഹം നിറഞ്ഞു നിന്ന വിശുദ്ധ കമലസിൻ്റെ ഹൃദയം ഇന്നും അഴുകിയിട്ടില്ല. നമുക്കും വിശുദ്ധ കമലസിൻ്റെ അസാധാരണ സ്നേഹം അനുകരിക്കുന്നവരാകാം.